ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദിനേശ് വന്നിട്ട് അർജുനോട് പറയാൻ കേട്ടോ, എടാ നിനക്ക് ആഗ്രഹമില്ലേ ഒരു കുഞ്ഞ് വേണമെന്നുള്ള കാര്യം? പിന്നെ എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? ഒന്നല്ല, ഒരു 100 ഇവിടെ ഓടി നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ നീ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ചെയ്യണുണ്ടോ? നീ ഇങ്ങനെ പേടിച്ച് നിന്നാൽ കാര്യം നടക്കുമോ? പേടിയൊന്നുമില്ല, എനിക്കെന്ത് പേടി? പക്ഷെ അവളുടെ സമ്മതം ഇല്ലാതെ എങ്ങനെയാടാ മണിയറയിലേക്ക് കയറി ചെല്ലുന്നത്? നീ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അവൾക്കും ആഗ്രഹം ഇല്ലാതിരിക്കുമോ? പക്ഷേ ഇതൊക്കെ പറയാനുള്ള മടി കൊണ്ട് അവളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ആണല്ലേ? എന്തായാലും നീ ഒന്ന് ചെല്ലേ, ഞാനെന്തായാലും രാത്രി വരാം. നീ എന്തിനാണ് രാത്രി വരുന്നത്? അല്ല, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, ഫ്രണ്ടിനെ മണിയറയിലേക്ക് തള്ളിവിടേണ്ട ഒരു കടമ എനിക്ക് ഉണ്ടല്ലോ. അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ സമയം മുതൽ അർജുൻ അവിടെ റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. മണിയറയിൽ പോകുന്നതും കയറുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം എന്തായാലും ഞാൻ രാത്രി ഇന്നിത് വച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ മണിയറയ്ക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിന് മുന്നായിട്ട് അഖില നേരെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിനും പേഴ്സിലിരിക്കുന്ന പൈസ എടുത്ത് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം, ആകെപ്പാടെ 500 രൂപയേ ഉള്ളൂ. എന്തായാലും അവന് ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് പേഴ്സ് പോയി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 1000 രൂപ കൂടുതൽ ഇരിക്കുക കേട്ടോ. അത് കണ്ടിട്ട് അഖിലേക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഇത് എവിടുന്ന്, ആദ്യം വിചാരിക്കണോട് ഇത് എവിടുന്നാണ് വന്നത്? അവൻ രാവിലെ വെറുതെ ഞാൻ കള്ളാന്ന് വിളിച്ചതാണോ? ഇനിയിപ്പോൾ ഗൗതം തന്നെ വെച്ചതായിരിക്കുമല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും പേഴ്സ് എടുത്തത്? ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക കേട്ടോ. രാത്രിയാകുമ്പോഴത്തേക്കും അർജുനാണെങ്കിൽ റൊമാൻസൊക്കെ ആയിട്ട് കയ്യിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെയും മീനും നല്ല സുന്ദരിയായിട്ട് പട്ടുസാരിയൊക്കെ ഉടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ വെച്ച് എങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വരുന്നത് അർജുൻ കയറി വരുമ്പോഴത്തേക്കും കയ്യിൽ മുല്ലപ്പൂവും ഒക്കെ ചൂടിയിട്ടാണ് നേരെ കയറി വരുന്ന. ഒരു കള്ളപ്പാട്ടൊക്കെ പാടിയിട്ട് അത് കാണുമ്പോൾ മീനു വിചാരിക്കും ഇവൻ എന്താ ഇങ്ങനെ? അത് ഒരു കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചിട്ടുണ്ട്, കൂളിംഗ് ഗ്ലാസും വെച്ച് കയ്യിൽ മുല്ലപ്പൂ. ഇവൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാ എന്നിങ്ങനെ വിചാരിച്ച് പേടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അർജുൻ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് ആ മീനൂട്ടി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ നീ അവിടെ ചെയ്യുന്നേ? നീ വെറുതെ ഇരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് കഴിഞ്ഞിട്ട് എന്താ ഈശ്വര, നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ്, നമുക്കത് ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കട്ടോ. അങ്ങനെ നേരെ മീനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മീനു പതുക്കെ അവിടുന്ന് ചാടി എണീക്കുന്നുണ്ട്. എന്നിട്ട് പറയാനുണ്ട്, അമ്മയും ആ ചേച്ചിയും കൂടെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയണം, അമ്മേ ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറയട്ടോ. മീനു, ഞാൻ 1 വർഷം കൊണ്ട് കാത്തിരിക്കുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. ഇത്രയും നാളായിട്ട് നീ അതിന് സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. പിന്നെ ഞാനൊരു ബ്രഹ്മചാരിയായിട്ട് കഴിയണമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തായാലും നമ്മളെന്തിനാ കല്യാണം കഴിച്ചത്? ഇതിനൊക്കെ വേണ്ടി തന്നെയല്ലേ? എന്നിട്ട് പിന്നെ നീ ഇങ്ങനെ അകന്ന് മാറിയ ശരിയാവോ എന്ന് പറയുമ്പോൾ മീനു പറയണത്, എൻ്റെ ദേഹത്ത് തുടരുത്, മിണ്ടാതിരിക്കുക, എൻ്റെ ഇഷ്ടമില്ലാതെ എൻ്റെ ദേഹത്ത് തുടരുത് അർജുൻ എന്നൊക്കെ പറയുക കേട്ടോ. ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, ഞാൻ തൊടാതെ പിന്നെ വേറെ ആരാ തൊടാൻ എന്നെല്ലാം പറഞ്ഞിട്ട് മീനുവിനെ ബലമായിട്ട് പിടിക്കുക കേട്ടോ. പിടിച്ച് ദേഹത്തോട് ചേർത്ത് വയ്ക്കുകയൊക്കെ ചെന്നു. പക്ഷേ മീനു ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല തൊടാനും പിടിക്കാനൊന്നും. പേടിയും ദേഷ്യവും ഒക്കെ കാരണം മാറി നിൽക്കുകയാണ്. അവസാനം പറയണേ, എനിക്ക് കിടക്കണം, ഉറങ്ങണം, മാറ് എന്നൊക്കെ പറയട്ടോ. അവസാനം അധികം ബലം പ്രയോഗിക്കുക തന്നെ അർജുൻ പറയുന്നുണ്ട്, നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ ചെന്ന് കിടന്നോ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അർജുൻ മൈൻഡ് ചെയ്യാതെ മീനുവിനെ വിട്ടിട്ട് അർജുനും പോയി കട്ടിലിൽ കിടക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെ ഇനി ഇതിൽ കൂടുതൽ ബലം പ്രയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൾ എന്നോട് പിണങ്ങും. പിന്നെ അർജുൻ, നീ ബ്രഹ്മചാരിയായി തന്നെ കഴിയാനാടാ നിൻ്റെ ഭാഗ്യം എന്നിങ്ങനെ സ്വയം ചിന്തിക്കട്ടോ. എന്തായാലും അവിടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നിട്ടില്ല. മീനു ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അവരുടെ കാര്യം കഴിഞ്ഞു. ഗൗതമാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് നേരെ വരുമ്പോൾ അഖിലയെ കാണുന്നില്ല കേട്ടോ. നോക്കുമ്പോൾ പുതിയ ബെഡ്ഷീറ്റ്, പുതിയ പില്ലോ എല്ലാം കട്ടിലൊക്കെ വിരിച്ചിട്ടേക്കാണ്. ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചേക്കുക കേട്ടോ. ഇതെന്താ ഇവളീ കാണിച്ച് വെച്ചേക്കുന്നത്? എന്തൊക്കെയാണ് ഇതിനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അഖില ഇവിടെ വാടിയെന്ന് വിളിക്കുക കേട്ടോ. അഖില വരാൻ നല്ല ഭംഗിയുള്ളൊരു സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് വരാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അഖിലേ, ഇതൊക്കെ എന്താ, നീ ഇതിനൊക്കെ കാശ് നിനക്ക് എവിടെ നിന്നാന്നൊക്കെ ചോദിക്കണം കേട്ടോ. പിന്നെ എന്തായാലും നീ എനിക്ക് പൈസ തന്നല്ലോ, പേഴ്സിൽ വെച്ചത്. ഞാൻ രാവിലെ കള്ളാന്ന് വിളിച്ചതിന് സോറി കേട്ടോ എന്ന് പറയാം. ഞാൻ നിന്നെ കല്യാണത്തിന് പോകാനല്ലേ കാശ് തന്നത്? ആണ്, പക്ഷേ ഞാൻ കണ്ടത് താമസിച്ച, അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോയില്ല. ആ പൈസ കൊണ്ട് ഞാൻ ഇതൊക്കെ വാങ്ങി. ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചത്? അതല്ല, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ആഘോഷിക്കണ്ടേ എന്നിങ്ങനെ അഖില ചോദിക്കട്ടോ. അപ്പോൾ ഗൗതം, ദൈവമേ ഇവളെ രണ്ടും കൽപ്പിച്ചാണല്ലോ എന്നിങ്ങനെ വിചാരിക്കട്ടോ. അവസാനം
ഗൗതമും അഖിലയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു യുദ്ധം സാധാരണ പോലെ തന്നെ തുടങ്ങി. അവസാനം ഗൗതം എന്ത് ചെയ്യും, പില്ലോ എടുത്തിട്ട് പരമ്പ് എടുത്തിട്ട് താഴെ വിരിച്ചിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ കിടന്നോ, ഞാൻ മേളിൽ കിടന്നോളാം. അങ്ങനെയാണോ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്നിങ്ങനെ അഖില പറയും കേട്ടോ. അവസാനം ഗൗതമിനാണെങ്കിൽ ദേഷ്യം വരണം. ഗൗതം പോയി കട്ടിലേക്ക് കയറി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അഖിലയാണെങ്കിലും താഴെ ഇരുന്നിട്ട് ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള പാട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഗൗതമിന് ദേഷ്യം വരണം. ഗൗതം പറയണേടി, അതാണെങ്കിൽ എനിക്ക് ഉറങ്ങണം, നീ അങ്ങനെ ഇപ്പോൾ ഉറങ്ങണ്ട, നീ ഞാൻ പറയുന്നൊന്നും നീ കേൾക്കത്തില്ലല്ലോ, പിന്നെ നീ പറയുന്നത് എന്തിനാ ഞാൻ കേൾക്കുന്നേ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ഉടനെ ഗൗതം വേറൊരു പാട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രസമായിരുന്നു. അത് അവരുടെ കാര്യം അങ്ങനെ കഴിയുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടെ ആകെ ടെൻഷനാണ് കാഞ്ചനയ്ക്കും പ്രഭാവതിക്ക്. എന്തായാവോ ഈശ്വര, എന്തായാന്തോ, അവർ തമ്മിലിങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ അല്ലേ. അപ്പോൾ പ്രഭ പറയണം, ഒന്ന് നടന്നു കാണില്ല എങ്കിൽ പിന്നെ അവൾ പേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി ഓടില്ലേ, അവൾ ദേ അവിടെ നിൽക്കുന്നു. പറയാൻ പറ്റില്ലമ്മേ, എന്തായാലും നമുക്ക് നോക്കാം. ദേ അർജുൻ വരുന്നുണ്ട്. അർജുനാണെങ്കിലും മുഖത്തും കവളിലും എല്ലാം ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് തേച്ചിട്ടൊക്കെയാണ് വരുന്നുണ്ട്, കുങ്കുമമൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് കണ്ടോ, അവൻ്റെ സന്തോഷം കണ്ടോ, അവൻ്റെ രീതിയൊക്കെ കണ്ടോ, അപ്പോൾ ഇന്നലെ എന്തോ നടന്നിട്ടുണ്ട്, ഇവർ ഒന്നായെന്നാ തോന്നുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ടെൻഷൻ അടിക്കുക. പ്രഭ പറയുന്നുണ്ട്, നീ എന്തായാലും അവനോട് ചോദിക്കും, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് ഓടുക കേട്ടോ. അങ്ങനെ എടാ എന്താടാ നീ ഭയങ്കര ഹാപ്പിയാണല്ലോ, പിന്നെ ഹാപ്പി ഇല്ലാതിരിക്കുമോ, നിങ്ങളല്ലേ മണിയറയൊക്കെ ഒരുക്കി തന്നേ എന്നൊക്കെ പറയാണ്. എന്താ അതൊക്കെ ചെയ്യും, നിൻ്റെ മുഖത്ത് എന്താടാ ഇങ്ങനെ ചുവപ്പ്, കുങ്കുമമാണോ, പിന്നല്ലാണ്ട് ആണോ, അത് എനിക്ക് കുങ്കുമമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടക്കി കേട്ടോ. അപ്പോൾ ഒരു സംശയം കാഞ്ചന, ചേച്ചിക്ക് ഊഹിച്ചൂടെ എന്താന്ന് എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഭയങ്കര നാണത്തിൽ കാഞ്ചനയോട് പറയട്ടോ. അവസാനം കാഞ്ചന, ചേച്ചി ഇങ്ങനെ എന്നോടൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചോദിക്കില്ലേ, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവാം. ഈ സമയം കൊണ്ട് പെട്ടെന്ന് കാഞ്ചന ടെൻഷൻ കൂടി. കാഞ്ചന ഓടിപ്പോയി ബെഡ്റൂമിൽ നോക്കുക കേട്ടോ. ബെഡ്ഷീറ്റും ഒക്കെ ബെഡിൽ ഇങ്ങനെ മാറി തിരിഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത്. അതും കൂടെ കണ്ടപ്പോൾ കാഞ്ചന ആകെപ്പാടെ തകർന്നു പോയി. എന്തായാലും ചക്കിനെ വെച്ചത് കൊക്കിന് കൊണ്ടുവന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.